കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിച്ച ജോഗ്ഫ്ലോ 190.1 നല്ലൊരു ബിഗിനർ ഫ്രണ്ട്ലി ഷൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോഗ്ഫ്ലോ 190.1ൻ്റെ ഒരു യൂസ് റിവ്യൂ ആണ്. ഞാൻ ഏകദേശം ഒരു 50 കിലോമീറ്റർ ഈ ഷൂ ഇട്ട് ഓടിയിട്ടുണ്ട്. സോ ആ 50 കിലോമീറ്ററിന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ജോഗ്ഫ്ലോ 190.1ൻ്റെ മെയിൻ ഹൈലൈറ്റ് അതിൻ്റെ പ്രൈസിംഗ് ആണ്. അതായത് 2500 നിങ്ങൾക്കൊരു പ്രോപ്പർ റണ്ണിങ് ഷൂ കിട്ടുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് അഡിഡാസിൻ്റെയോ നൈക്കിയുടെയോ പ്യൂമയുടെയോ ന്യൂ ബാലൻസിൻ്റെയോ ഒന്നും ഒരു പ്രോപ്പർ റണ്ണിങ് ഷൂ നമുക്ക് കിട്ടില്ല. സോ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാഫ് മാരത്തോൺ വരെ വേണമെങ്കിൽ ഓടാൻ പറ്റുന്ന ഒരു ഷൂ ആണ് 2500 ഡെക്കാത്ലോൺ ജോഗ്ഫ്ലോ 190.1 ആയിട്ട് ഓഫർ ചെയ്യുന്നത്. അവർ എൻട്രി ജോഗ്ഫ്ലോ ഇതല്ല, അത് ജോഗ്ഫ്ലോ 100 ആണ്. അത് 1500 റേഞ്ചാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ലെവൽ, അതായത് ജോഗ്ഫ്ലോ സീരീസിലെ രണ്ടാമത്തെ ലെവൽ ഷൂവിൻ്റെ അപ്ഗ്രേഡഡ് വെർഷനാണ് 190.1 എന്നുള്ളത്. ഇതിന് തന്നെ 2 വേരിയൻ്റ് ഉണ്ട്. ഒന്ന് ജോഗ്ഫ്ലോ 190.1 എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിരിക്കുന്ന ഈ വേർഷൻ, പിന്നെ ഇതിൻ്റെ ഗ്രിപ്പ് എന്ന് പറഞ്ഞൊരു വേർഷനുണ്ട്. ഗ്രിപ്പ് കുറച്ചും കൂടെ അതിൻ്റെ ഈ അടിഭാഗത്തെ ഗ്രിപ്പ് വ്യത്യാസമുണ്ട്. അത് കുറച്ചും കൂടെ ട്രയൽ റണ്ണിനൊക്കെ പറ്റിയ ഒരു എൻട്രി ലെവൽ ഷൂ ആണ്. ഞാനിത് ട്രാക്കിലാണ് കൂടുതൽ യൂസ് ചെയ്തത്. ട്രാക്കിൽ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫീലായ ഒരു സംഭവം, ഇത് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള ഷൂ ആണ്. അത് നിങ്ങൾക്ക് ഈ ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ ഡ്രോപ്പ് വരുന്നത് 4 mm ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഷൂ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് കറക്റ്റ് നമ്മളിപ്പോൾ മിഡ് ഫുട്ടിലല്ല സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മളിതിൽ ഓടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മിഡ് ഫുട്ട് സ്ട്രൈക്കാണ് വരുന്നത്. സോ മിഡ് ഫുട്ട് സ്ട്രൈക്ക് ചെയ്ത് നന്നായിട്ട് ഓടാൻ പറ്റുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഷൂ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വരുന്നത് ഇതിൻ്റെ ഈ അകത്ത് കാണുന്ന അതായത് ഇന്നർ സോൾ ഉണ്ടല്ലോ, ഇന്നർ സോൾ നല്ല ഹാർഡാണ്. നിങ്ങൾക്ക് ഇവിടെ കുഷനിങ് ഒന്നും വരില്ല. ഹീലിൻ്റെ അവിടെ അങ്ങനെ വലിയ ഹൈറ്റൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കുഷനിങ് ഒന്നും കിട്ടത്തില്ല. അപ്പം ഷൂ നല്ല നമുക്ക് ഈ ഇമ്പാക്റ്റ് ഫീലായിക്കൊണ്ടാണ് ഓടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുഷനിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും നിങ്ങൾക്കുള്ള ഓപ്ഷൻ അല്ല. കുറച്ചും കൂടെ കുഷനിങ് വരുന്ന ടൈപ്പ് ഷൂസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ട്രെയിനിങ് റൺസ് ഒക്കെ ചെയ്യാൻ ഒരു ഡെയിലി ട്രെയിനർ മതി, കുറച്ച് ഹാർഡായാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇതാണ്. 5K ഡിസ്റ്റൻസ് വരെ ഇത് കംഫർട്ടബിൾ ആണ്. പക്ഷേ 5K കഴിഞ്ഞാൽ നമുക്ക് കാലിൽ ചെറിയ വേദനയൊക്കെ തുടങ്ങാൻ ചാൻസ് ഉണ്ട്. കുഷനിങ് വേണ്ടവർക്ക്, കുഷനിങ് ഇല്ലാത്തവർക്ക് വലിയ പ്രശ്നം വരത്തില്ല. ഗ്രിപ്പ് കുഴപ്പമില്ലാത്തത് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. സോ നിങ്ങൾക്ക് കാലിലൊരു വെയിറ്റുള്ള ഷൂ കിടക്കുന്ന ഫീലൊന്നും ഇതിട്ട് ഓടുമ്പോൾ തോന്നത്തില്ല. സോ ഞാൻ പറഞ്ഞല്ലോ, ഒരു എൻട്രി ലെവലിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു റണ്ണിങ് ഷൂ മതിയെന്നുണ്ടെങ്കിൽ ജോഗ്ഫ്ലോ 190.1 നല്ല ഓപ്ഷനാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചും കൂടെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 3000-3200 റേഞ്ചിലൊക്കെ പോയാൽ അഡിഡാസിൻ്റെ ഡ്യൂറാമോ പോലത്തെ മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അനിയൻ, ഞാൻ ഓട്ടം തുടങ്ങിയതിനെ പറ്റി 1-2 വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവനൊരു ഷൂ എടുക്കുന്ന സമയം വന്നപ്പോഴത്തേക്ക് ഞാൻ ഇത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് അഡിഡാസിൻ്റെ ഡ്യൂറാമോ SL ആണ് എടുത്തത്. കാരണം ആൾക്ക് കുറച്ച് വെയിറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇത്രയും ഹാർഡായിട്ടുള്ള ഒരു ഇന്നർ സോൾ വരുന്ന ഷൂ മേ ബി അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഡ്യൂറാമോ SL ആയിട്ടാണ് പോയത്. അപ്പോൾ നിങ്ങളൊരു ജോഗ്ഫ്ലോ 190.1 എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഷൂസിനെ പറ്റി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യം ഞാനതിൽ ആൻസറായിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ റണ്ണിങ് കണ്ടൻറ്റും വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.